പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞു പണം വാങ്ങിയുള്ള തട്ടിപ്പ് വ്യാപകമായതോടെ ബിജെപി സംസ്ഥാന നേതാവ് എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയിലും പണം തിരികെ വാങ്ങാൻ ആളുകളെത്തി. പണം നൽകി ഒരു വർഷമായിട്ടും സ്കൂട്ടർ ലഭിക്കാത്തവരാണ് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ഇതോടെ പലർക്കും അഡ്വാൻസ് തുക തിരികെ നൽകി മടക്കി അയക്കുകയായിരുന്നു സൊസൈറ്റി അധികൃതർ. പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാന വ്യാപകമായി അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 1000-ൽ പരം കോടി രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ എറണാകുളത്ത് മാത്രം 700 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. റൂറൽ SP അടക്കം ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇയാൾക്കെതിരെ എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ 4 അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് റൂറൽ SP വ്യക്തമാക്കിയത്. എറണാകുളത്തിന് പുറമെ മറ്റ് ജില്ലകളിലും സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിലും അനന്തകൃഷ്ണനെതിരെ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിലുപരി ഇയാളുടെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇയാളുടെ BJP കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. ഈ അനന്തകൃഷ്ണൻ ഇയാൾ തട്ടിപ്പിൻ്റെ കേന്ദ്രമാക്കിയിരുന്ന എറണാകുളത്തെ ഫ്ലാറ്റ് അശോക ഫ്ലാറ്റ്, ഇവിടെയാണ് ഇയാളുടെ 2 ഫ്ലാറ്റുകളുള്ളത്. അവിടെയാണ് ഇയാളുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഫ്ലാറ്റിലെ നിത്യസന്ദർശകരായിരുന്നു BJP സംസ്ഥാന നേതാവ് എൻ രാധാകൃഷ്ണനും ഒപ്പം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റും. ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനും ഒപ്പം ഫ്ലാറ്റ് അസോസിയേഷൻ സെക്രട്ടറി അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അതിലെല്ലാം പുറമെ ഇന്നിപ്പോൾ ലാലി വിൻസെൻറ്റിനെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് വരെ കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ പരാതിയിൽ ലാലി വിൻസെൻ്റ് അടക്കം പ്രതിയായിരിക്കുന്ന സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് BJP മറ്റൊരു സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ ഒരു സൊസൈറ്റി സയൻസ് സൊസൈറ്റിയിലും ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. കാരണം ഈ സയൻസ് സൊസൈറ്റി വഴിയും പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ട് പണം നൽകി 1 വർഷമാകാറായിട്ട് പോലും സ്കൂട്ടർ ഇതുവരെയും ലഭിക്കാത്തവരാണ് ഇന്ന് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ എടപ്പള്ളി മരോട്ടി ചുവടിലുള്ള സൈൻ ഓഫീസിലേക്ക് കുതിച്ചെത്തിയത്. എൻ രാധാകൃഷ്ണൻ്റെ സൊസൈറ്റി അവിടെ എത്തിയവർക്കൊക്കെ പണം തിരികെ നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പലർക്കും അഡ്വാൻസ് തുകയടക്കം ചെക്കായി മടക്കി നൽകിക്കൊണ്ടാണ് അവരെല്ലാം പറഞ്ഞയക്കുന്നത്. വ്യാപകമായൊരു തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്നു. അതിൽ ശക്തമായ അന്വേഷണവും ഒപ്പം നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ശരി, സമഗ്ര വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.